ഉത്തരവാദ കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് കണ്ടെത്തൽ. അച്ഛന് ഗുരുതര അസുഖമുണ്ട് എന്ന് എഴുതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയാണ് പ്രതി സൂരജ്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തകൾ ഒരുങ്ങുമ്പോൾ ചെയ്യുന്നത്. ഉമേഷ്, ഈ സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് എങ്ങനെയാണ്? അടിയന്തര പരോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിതാവിന് ഗുരുതര അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തര പരോൾ അനുവദിക്കണം എന്നുള്ള അപേക്ഷ ജയിൽ അധികൃതർക്ക് നൽകുന്നത്. അതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് സൂരജിന്റെ അമ്മയാണ്. അമ്മ ജയിലിലെത്തിച്ച് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്തു. അതിൽ ജയിൽ അധികൃതർക്ക് ചെറിയ സംശയമുണ്ടായി. ഈ സാഹചര്യത്തിൽ ആദ്യം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ ജയിലിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ താൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ പോലീസ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ഡോക്ടർ അത് പരിശോധിച്ച ശേഷം ഈ ഇത്തരത്തിൽ രണ്ടാമത് എഴുതി ചേർത്തതാണ് താൻ മെഡിക്കൽ റിപ്പോർട്ട് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ആരോഗ്യസ്ഥിതി വെച്ച്. എന്നാൽ ഈ ഗുരുതര സ്വഭാവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് താൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു. ഇതോടുകൂടിയാണ് ഇതിനൊരു കൃത്രിമം നടന്നുവെന്ന് ബോധ്യപ്പെടുന്നത്. തൊട്ടു പിന്നാലെ പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ പ്രതി കഴിയുന്നത്, പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുന്നു. ഇന്നലെ പൂജപ്പുര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ ഈ സുരജിന്റെ അമ്മ ആണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സ്വാഭാവികമായി അവരെല്ലാം പ്രതികളാകാൻ സാധ്യതയുണ്ട്. ഒപ്പം പോലീസ് ഒരുപക്ഷെ ഡോക്ടറും പരാതി നൽകാൻ സാധ്യതയുണ്ട്. ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമായി തയ്യാറാക്കി അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൂരജിന്റെ അമ്മയുമായിരിക്കും പ്രതിയാകാൻ സാധ്യത നിലവിലുള്ളത്. കേസ് വളരെ ഗുരുതര സ്വഭാവമുള്ള കേസാണ്. കാരണം ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ച ശേഷം അത് ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് സർക്കാരിന് കൈമാറുന്നു. അതുകൊണ്ട് തന്നെ വ്യാജരേഖ ചമക്കൽ, സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ വരും. പ്രാഥമികമായി വിലയിരുത്തൽ മാത്രമാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് നേരിട്ട് പൂജപ്പുര പോലീസ് പൂജപ്പുര ജയിലിലെത്തി ചോദ്യം ചെയ്യലൊക്കെ നടത്തും. അതിനുശേഷമായിരിക്കും ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. എന്തായാലും കോടതിയെ സ്ഥിരമായി കബളിപ്പിക്കുന്നവരാണ് സൂരജും കുടുംബവുമെന്ന് ഉത്തരയുടെ പിതാവ് വിജയസേനൻ 24 പറഞ്ഞു. പുനലൂർ കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 4ാം പ്രതി സൂര്യ കോടതിയെ കബളിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടെ കോടതിക്ക് പുറത്തിരിക്കുകയാണ്. ഇപ്പൊ ചെയ്ത 3 ദിവസം എന്റെ വൈഫിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയെ കബളിപ്പിച്ച് പുറത്തിരിക്കുകയാണ്. സ്ഥിരമായി കോടതികളെ കബളിപ്പിക്കുകയാണ് ഇവരുടെ 4 പേരുടെയും പരിപാടി. അതാണ് പ്രതികളുടെ. അവരുടെ കൂടെ ഇഷ്ടം പോലെ പാർട്ടിക്കാരും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതിലിപ്പോൾ ഈ സൂരജ് മാത്രമാണോ? അതിന് പിന്നിലൊരു സംഘമുണ്ടോ? അല്ലെങ്കിൽ ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർത്ത സൂരജിന്റെ കുടുംബവും മാത്രമാണോ? തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം.